കടൽ ആവാസ വ്യവസ്ഥയും കടലോളം മാലിന്യവും, ഈ ഒരു വിഷയത്തിലാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കടലിൻ്റെ ആവാസ വ്യവസ്ഥ, മെറൈൻ ഇക്കോസിസ്റ്റം, പലപ്പോഴും നമ്മൾക്ക് അതിനെക്കുറിച്ച് വളരെ ആഴത്തിലൊന്നും അറിയില്ലായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടലെന്ന് പറയുന്നത് മത്സ്യവും വെള്ളവും തിരയും അതിൽ തുടങ്ങി അതിലവസാനം, എല്ലാവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പൊതു കാഴ്ചപ്പാട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം, എന്താണ് കടലിൻ്റെ പ്രാധാന്യം? ഞാനിപ്പോൾ വരുന്ന വഴിയെ ഞാനിങ്ങനെ നോക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരല്പം ബിൽഡിങ്ങുകളെങ്കിലും നിങ്ങൾക്കിവിടെ കടലുണ്ടിയിൽ കാണാം. മനുഷ്യൻ്റെ ജീവിതവുമായി വളരെ പണ്ട് മുതലേ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കടൽ. വളരെ പ്രക്ഷുബ്ധമായൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പോലും നമുക്കറിയാം കടലിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് കടലിൻ്റെ ജിയോ പൊളിറ്റിക്കൽ, എസ്പെഷ്യലി പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാതൊരു പക്ഷേ എന്നെക്കാളും നിങ്ങൾക്കറിയാം. ശാസ്ത്രീയമായിട്ടുള്ള കടലിൻ്റെ അടിത്തറ, കടലാണോ കരയാണോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്? തീർച്ചയായിട്ടും രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഞാനൊരു വളരെ സിമ്പിളായൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഗ്ലോബൽ വാർമിങ്ങും ആഗോളതാപനവും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കെല്ലാം പോകുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മരങ്ങളിൽ നിന്നാണ്, അല്ലേ? മരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ 10% താഴെ മാത്രമാണ് ലഭിക്കുന്നത്. 90% ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ്. ആരാണ് കടലിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കണ്ടിട്ടുണ്ടോ? കടലിലെ പായലുകളാണോ? വലിയ ആൽഗകളാണോ? ഒരിക്കലുമല്ല. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന നാനോ ഓർ മൈക്രോ ലെവലിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞ ജീവികളുണ്ട് കടലിൽ. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഓക്സിജൻ്റെ 90% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസാണ്. നിലവിൽ നമ്മുടെ ജനസംഖ്യ, ആകെ കടൽ തീരം എന്ന് പറയുന്നത് ഭൂമിയുടെ മൊത്തം മൊത്തം ലാൻഡിൻ്റെ 4% മാത്രമാണ് കടൽ തീരങ്ങൾ, തീരപ്രദേശം. ഈ തീരപ്രദേശത്താണ് ലോക ജനസംഖ്യയുടെ 15% അധിവസിക്കുന്നത്. അപ്പം അതുകൊണ്ട് കടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ്? ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ. എന്താണ് കടലിൻ്റെ ആവാസ വ്യവസ്ഥ? നമുക്കിവിടെ ഭൂമിയിൽ കാണുന്ന എന്തെല്ലാം കടലിലുണ്ട്? എല്ലാവരും പല രീതിയിൽ സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5 കിങ്ഡം 6 കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കും ബയോളജിയിൽ. സ്പോഞ്ചസ്, നൈഡേറിയൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ജീവികളെക്കുറിച്ച് പഠിക്കും സയൻസിൽ. ഇതൊന്നും ഭൂമിയിലുള്ളത് കടലിൽ മാത്രമാണ്. ഇതിൽ ഭൂരിഭാഗവും ഉള്ളത് കടലിലാണ്. വളരെ കുറച്ച് ജീവികൾ മാത്രമാണ് ഇതിൽ കരയിലുള്ളത്. അതിൽ ബഹുഭൂരിഭാഗം ഉള്ളത് കടലിലാണ്. അപ്പോൾ ഇനി നമ്മൾ കുന്നുകളെക്കുറിച്ചും മലകളെക്കുറിച്ചും താഴ്വരകളെക്കുറിച്ചൊക്കെ പഠിക്കും ജിയോളജിയിൽ. ഈ എല്ലാ സാധനങ്ങളും കടലിലുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2000-ൻ്റെ തുടക്കം തൊട്ട് നമ്മുടെ ഭൂമിയിലെ കുന്നിടിക്കലിനെ കുറിച്ചും പാടം നികത്തുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കടലിലുമുണ്ട്. ഇനി കടലിലെ കുന്നിടിക്കുന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ആഴക്കടൽ ഖനനമെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളത് വിചാരിക്കുന്നത് പോലെ ചെറിയ പ്രശ്നമല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രാധാന്യം, നമ്മൾ ഈ എൻവിറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 ദശകത്തോളമായി. യൂറോപ്പിലും മറ്റുമെല്ലാം ഗ്രീൻ പാർട്ടികളുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഹരിത രാഷ്ട്രീയം, ഞാൻ ഉദ്ദേശിച്ച ഹരിത രാഷ്ട്രീയം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഹരിത രാഷ്ട്രീയം, പരിസ്ഥിതി രാഷ്ട്രീയം, ഇത് കഴിഞ്ഞ ഏകദേശം ഒരു 15-20 വർഷമായിട്ട് കേരളത്തിലും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം 10 മടങ്ങ് ഇമ്പോർട്ടൻസോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയം തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അത് കടലിൻ്റെ രാഷ്ട്രീയമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ, കേരളം ഇൻ പെർട്ടിക്കുലർ, ഇവിടെ തീരദേശം ഒരു വലിയ ജനസംഖ്യ തന്നെ താമസിക്കുന്ന പ്രദേശമാണ്. ഞാനൊരിക്കലും ഒരു ഗവേഷണ ആവശ്യമായി വിദേശത്തൊരിക്കൽ പോയപ്പോൾ ഇതുപോലൊരു കടൽക്കരയിൽ നിന്ന് എന്നോടൊരു വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ക്ലൈമറ്റ് ചേഞ്ചുമായൊക്കെ ബന്ധപ്പെട്ട് UN-ൻ്റെ IPCC-യുടെ ഒക്കെ ബോഡിയിലെ ഒരു പ്രധാന ഓതേഴ്സിൽ ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തൊട്ട് ചാര നിന്നായിരുന്നു പുള്ളി എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നെയ്യും 1970-കളിൽ നമ്മൾ ശാസ്ത്രലോകം പറഞ്ഞു. എന്താ പറഞ്ഞത്? ശാസ്ത്രലോകം 1970-കളുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്ത്? അന്തരീക്ഷ താപം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആഗോളതാപനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ തോതിൽ മനുഷ്യജീവനെയും ഈ ഭൂമിയുടെ മനുഷ്യജീവനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പദം എനിക്ക് തോന്നുന്നത് ഭൂമിയുടെ ജീവൻ എന്നാണ്. ഭൂമിയുടെ ജീവൻ തന്നെ ഇല്ലാതാവാൻ പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പൊതുജനത്തിൻ്റെ അതിനോടുള്ള സമീപനം വളരെ നിഷേധാത്മകമായിരുന്നു. ആരും അത് ഉൾക്കൊണ്ടില്ല. മാത്രവുമല്ല, അതിനെ വളരെ ലാഘവത്തോടെ എടുത്തു. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്നവരാണ്. നിങ്ങളെ ഞാൻ പിടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു അത് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളെ ഞാൻ പിടിച്ചൊന്ന് സമ്മതിക്കൂ. അപ്പം അന്ന് നമ്മളിതിന് തയ്യാറായിരുന്നില്ല. ഞാനിപ്പോൾ ഇന്നും വരുമ്പോൾ ഈ കടലുണ്ടിയിൽ ഈ നല്ല സുന്ദരമായ ഈ പുഴയോരത്ത് പോലും നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വിയർക്കുകയാണ്. ഈ മൺസൂൺ മാസം, ഇപ്പം നമുക്കൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ആ ഭൂമിയിൽ ചൂട് കൂടിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? കാരണം എന്താണ്? നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, 2010 കഴിഞ്ഞ് 15 തൊട്ട് ഇപ്പം നമ്മൾ നിരന്തരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണത്? ചൂടല്ല. അടുത്തൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത്, ഒരു പക്ഷേ സഹദേവൻ സാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കേട്ടു. എന്താണ്? സീ ലെവൽ റൈസ്, അല്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2045 നിങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടാൻ പറ്റില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? ഇല്ലേ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ ശാസ്ത്രം പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കില്ല. ശാസ്ത്രത്തിന് എന്താ ചെയ്യാൻ പറ്റുക? ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടിങ് വെച്ച് റിസർച്ച് നടത്തി, ഞാനായാലും ബാസിൽക്ക് ആരാണെങ്കിലും നമ്മൾക്ക് റിസർച്ച് നടത്താൻ പറ്റും, അതിൻ്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇത്രേ പറ്റൂ. ഇതിലൊക്കെ ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് ആരാ? പോളിസി മേക്കേഴ്സാണ്. അപ്പോൾ ഇതിനെല്ലാം തടയാൻ വേണ്ടി ഒരു സൈഡിൽ നിന്ന് എണ്ണ കമ്പനികളുടെ എല്ലാം വലിയ ബഹുരാഷ്ട്ര എണ്ണ കമ്പനികളുടെ കുത്തകകളുടെ ഫണ്ട് വാങ്ങി സൈഡിലൂടെ വേറൊരു വിഭാഗം മുളവെട്ടി വന്നു, ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ് വന്നു. നമ്മൾ ഈവൻ എന്നെ പോലെ, ഞാൻ 2010 ന്യൂസിലാൻഡിൽ പോയി എൻ്റെ ഗവേഷണം PhD ഗവേഷണത്തിലേക്ക് വരുന്നത്. വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ പഠനം കടലിലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, ഹരിതഗ്രഹവാതകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെ, മീഥേൻ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന 3ാമത്തെ ഹരിതഗ്രഹവാതകമാണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഹരിതഗ്രഹവാതകമാണ് നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ അതിൻ്റെ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, അതെങ്ങനെയാണ് വാട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിനെല്ലാം നാച്ചുറൽ പ്രൊഡക്ഷനും ആന്ത്രോപ്പോജനിക് റീസൺസും ഉണ്ടായിരിക്കും. നാച്ചുറൽ പ്രൊഡക്ഷൻ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ നാച്ചുറൽ പ്രോസസ്സിനെ ചാരിക്കൊണ്ടാണ് ഒരു വിഭാഗം ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി മുൻപ് സരസ്വതി റിവർ ഉണ്ടായിരുന്നു, അത് അപ്രത്യക്ഷമായിട്ട് ഏകദേശം 4000 വർഷങ്ങളായി. അതുകൊണ്ട് അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നാച്ചുറൽ പ്രോസസ്സ് അവിടെയുണ്ട്. ഈ ഭൂമിക്ക് നാച്ചുറലായ ഒരു ഡെത്ത് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നാം എന്താ ചെയ്യുന്നത്? അത് ഞാൻ ആ സുസ്ഥിരത എന്ന വിഷയത്തിലേക്ക് കൂടി ഏറ്റവും അവസാനം വരാം. ഞാൻ ഓവറൊന്നും നീട്ടൂല, സമയം എനിക്കറിയാം, 12:30 ഓൾറെഡി. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ളൊരു പഠനം ഞാൻ നടത്തുമ്പോൾ എൻ്റെ ഓൺ എക്സ്പീരിയൻസാണ്. ഈ ഞാൻ ഉപയോഗിക്കുന്ന സെയിം ലാബ് മുറി, സെയിം ഉപകരണങ്ങൾ ഉപയോഗിച്ച് 2010-ലും 2011-ലും 2012-ലും 2013-ലും 2014-ലും 2015-ലും 5 വർഷം തുടർച്ചയായി എല്ലാ മാസവും
ഒരേ സ്ഥലത്ത് പോയി സാമ്പിൾ എടുക്കുകയാണ്, എയർ സാമ്പിൾ എടുക്കുകയാണ്. ഓരോ വർഷവും അത് കൂടുക. 2010 ഞാൻ തുടങ്ങുമ്പോൾ 317 ppb ഉണ്ടായിരുന്ന പാർട്സ് പെർ ബില്യൺ ഉണ്ടായിരുന്ന ഗ്യാസ് 2015 ആ പ്രത്യേക ഗ്യാസ് 2015 ഏകദേശം 318 നിന്നും 324-25 ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 330 എത്തി. ധാര കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായ മാറ്റം ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റം അതിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണക്കാരാരാണ്? നമ്മളാണ്. ഇവിടെ നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. അത് ഭൂമിക്ക് പണ്ടേ ഉള്ളതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൂമി പണ്ട് എന്തായിരുന്നു? ഫുൾ ഐസിനാൽ മൂടപ്പെട്ടത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഐസ് ഏജ് ഉണ്ടായിരുന്നു. അതിന് പ്രൂഫുണ്ട്, സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട് അതിന്. പിന്നെ ഈ ഐസ് ഏജിൽ നിന്നും ഇതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കാരണമാണ് ഐസ് പോയി ഈ ഒരു കണ്ട രീതിയിലേക്ക് വരുന്നത്. ഈ കണ്ട ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡും ബാക്കി എല്ലാ സാധനങ്ങളും ഒരു പ്രത്യേക ലെവലിൽ നിൽക്കുകയാണ്. ഏത് വർഷം വരെയാണ് അത് നിൽക്കുന്നത്? എവിടെയാണ് പ്രശ്നം വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സുസ്ഥിരത വേണമെന്ന് പറയുന്നത്? സസ്റ്റൈനബിലിറ്റി ആണല്ലോ നമ്മുടെ മെയിൻ ഡിസ്കഷൻ. എവിടെ പോയാലും സസ്റ്റൈനബിലിറ്റിയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇങ്ങനെ നിലനിന്ന് പോകുന്നൊരവസ്ഥയിലെങ്കിലും നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. അത് നമുക്ക് ആവശ്യമായി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എവിടെയാണ് ഈ മാറ്റം തുടങ്ങുന്നത്? ഇതൊക്കെ വെറുതെ പറയണോ? ശാസ്ത്രജ്ഞന്മാർ ചുമ്മാ തള്ളിവിടുവാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിതിൻ്റെ ഖുറാനിക് എവിഡൻസിലേക്കോ അല്ലെങ്കിൽ ആയത്തുകളിലേക്കോ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കാളും എല്ലാം മിടുക്കന്മാരാണ് നിങ്ങൾ. അത് നിങ്ങൾ ചെയ്തോളുക. ഞാൻ ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശത്തെ കുറിച്ച് പറയുകയാണ്. എവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്? വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ സുസ്ഥിരതയെക്കുറിച്ചും നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും വാദോരാതെ സംസാരിച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പോയിട്ട് നമുക്ക് അറിയണം ഇത് ശാസ്ത്രീയമാണെന്നും ഇത് കൃത്യമായി സംഭവിക്കുന്നുണ്ടെന്നും. അറിയാമോ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? ഇത് ചുമ്മാ പറയുകയാണോ? ഇത് കൃത്യമായി തുടങ്ങുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ്. 1750-കൾക്ക് ശേഷമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റുക? ഐസ്കോർ ഡാറ്റയുണ്ട്, ഓഷ്യനിക് സെഡിമെൻറ്റ് ഡാറ്റയുണ്ട്. എങ്ങനെ ഐസ്കോർ ഡാറ്റ എടുക്കുന്നത്? അതും വെറുതെ പറയുകയാണോ? അല്ല. ഒരു ഐസിൻ്റെ ഒരു സ്മോൾ ഒരു പോർഷൻ ഓഫ് എയർ ഐസിനകത്ത് ട്രാപ്പായി കഴിഞ്ഞാൽ കടലിൻ്റെ അത്ര മഷി ലോകത്തൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. അത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. നഫിദൽ ബഹറു എന്നാണ്. കടൽ പോലും വറ്റിപ്പോകുന്ന അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ കടലിൻ്റെ വൈവിധ്യവും അറിവും അത്രയാണ്. ജീവികളിലേക്ക് വരുവാണെങ്കിൽ എല്ലാം. അത് കഴിഞ്ഞ് ആർത്രോപോഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജീവികളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഭക്ഷ്യശൃംഖലയെക്കുറിച്ച് അല്ലേ? നമ്മളിപ്പം മരം മുറിക്കുമ്പം ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ടോപ്പിൽ വരുന്നവരെക്കുറിച്ചും ബേസിൽ വരുന്നവരെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്, ഡീകമ്പസേഴ്സ്. ഈ സംഭവങ്ങൾ മുഴുവനും കടലിനകത്തുണ്ട്. അവിടെ പ്രൊഡ്യൂസേഴ്സായിട്ട് പ്ലാങ്ക്ടൺസ് വരും, കൺസ്യൂമേഴ്സായിട്ട് പിന്നീടുള്ള ചെറിയ ചെറിയ ഫിഷസ് എല്ലാം വരും. വലിയ ഹയർ ഫിഷസ് ടെറിഷറി കൺസ്യൂമർ കാറ്റഗറിയിൽ വരും. അവസാനം ഏറ്റവും താഴെയായിട്ട് കടലിൻ്റെ ആഴത്തിൽ എവിടെ എന്തുണ്ട്? ഡീകമ്പസേഴ്സ് ഉണ്ട്. അതിൽ ബാക്ടീരിയകളും എല്ലാ ജീവികളും വരും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള എന്തൊക്കെ. അതുപോലെ കടലിൻ്റെ ജിയോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഞാനത് എൻ്റെ ഒരു പേപ്പറാണ്, മെറൈൻ സയൻസിലൊരു പേപ്പറാണ് ഈ ടോപ്പോഗ്രഫി ഓഫ് ദ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമാണ്. നിങ്ങളിങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഇങ്ങനെ കടലിലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇന്തോനേഷ്യ വരെയോ മലേഷ്യ വരെയോ ഒക്കെ നടന്നു പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു സൂപ്പർ മനുഷ്യനാണ്. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാലും പ്രശ്നമില്ലാതെ നടന്നു പോകാവുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് കടലിൽ എന്ത് കാണാൻ പറ്റും? ആദ്യം ഇങ്ങനെ ചെറിയ സ്ലോപ്പായി പോയി, അതിനാണ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ അങ്ങ് താഴോട്ട് വീഴും, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെയും ആഴത്തട്ടിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഓഷ്യൻ ബേസ് ഫ്ലോറാണ്. അതിനകത്തോ ഈ ഓഷ്യൻ ഫ്ലോറിനകത്തോ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? 2, 3, 4, 5 ഒക്കെ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള ഗർത്തങ്ങളുണ്ട്. അല്ലേ? അതേ സ്ഥലത്ത് തന്നെ നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ 3, 4, 2 ഒക്കെ കിലോമീറ്റർ ഉയരമുള്ള മൗണ്ടനുകളുണ്ട്. ഇതെല്ലാം കടലിനകത്തുണ്ട്.
നമ്മളിവിടെ നിന്ന് അങ്ങ് പരപ്പനങ്ങാടി കടപ്പുറത്ത് പോയി നോക്കിയാൽ വെറും വെള്ളമാണെങ്കിലും ഇതിൻ്റെ താഴെ ഇത് മുഴുവനും ഉണ്ട്. ഇന്നേ വരെ ആർക്കും ഓഷ്യൻ ഫ്ലോറിനെ ഇത്രയും വലിയ ഹൈ ടെക്നോളജി, നമ്മൾ 1920കളിൽ തുടങ്ങി സോണാർ ടെക്നോളജി വന്ന് 1940 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് മെറൈൻ നാവിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതില്ല, വൈമാനിക രീതിയിലുള്ള യുദ്ധമുറകളില്ലായിരുന്നു. അന്ന് കൂടുതലും ഷിപ്പുകളെ ബന്ധപ്പെട്ട മെറൈനും അതുപോലെ തന്നെ ഈ സബ്മെറൈനുകളൊക്കെ ബന്ധപ്പെട്ടായിരുന്നു യുദ്ധം മുഴുവൻ പോയിരുന്നത്. ഇപ്പോൾ പിന്നെ എയറിലേക്ക് വന്നു കൂടുതലും ആയുധങ്ങളുടെ ഒരു സംഭവം. എങ്കിൽ പോലും അത് കഴിഞ്ഞ് അതിലും അഡ്വാൻസ്ഡായ ടെക്നോളജികൾ നമുക്ക് വന്നിട്ടും കടലിൻ്റെ അടിത്തട്ടിനെ, അതായത് ഒരു സെക്കൻഡിൽ എത്രയോ ബൈറ്റുകൾ, ഗിഗാബൈറ്റ് ഡാറ്റ ഓഷ്യൻ ഫ്ലോറിനെ കുറിച്ച് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടും ഓഷ്യൻ്റെ ഫ്ലോർ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഇപ്പോഴും സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടില്ല. ആലോചിക്കണം നമ്മൾ ആ കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്ന് പല സംഭവങ്ങളും മാർസിലേക്ക് വരെ അയക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 11 കിലോമീറ്റർ മാക്സിമം വരുന്ന 5-6 കിലോമീറ്റർ മാത്രം ആവറേജ് ഡെപ്തുള്ള ഓഷ്യൻ്റെ ബോട്ടം ക്യാരക്ടറിസ്റ്റിക് ഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഓഷ്യൻ്റെ ഒരു ജിയോഗ്രഫി അതാണ്. ജൈവ വൈവിധ്യം, എന്താ പറയുക, നമ്മൾ പറയാൻ പറ്റാത്ത അത്ര വൈവിധ്യങ്ങളുണ്ട്, ജൈവ വൈവിധ്യമുണ്ട്. ഇനി കെമിസ്ട്രിയും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഓഷ്യൻ്റെ സ്വതന്ത്ര ഈ ജലത്തിനെ കുറിച്ച് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതെല്ലാം പഠിക്കാൻ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതെന്താണെന്നറിയാമെങ്കിൽ ഓഷ്യൻ്റെ വെള്ളത്തിൻ്റെ ഈ ടെമ്പറേച്ചറും ഉപ്പും, അതായത് സെലൈനിറ്റി എന്ന് പറയും. ഈ സെലൈനിറ്റിയും ടെമ്പറേച്ചറും പഠിച്ചു കഴിഞ്ഞാൽ ഓഷ്യനെക്കുറിച്ച് പലതും പറയാൻ പറ്റും. കാരണം എന്താ, ഓഷ്യനിൽ ഈ തിരമാലകളും വേവുകളും കറണ്ടുകളും എല്ലാം ഉണ്ടാകുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ടെമ്പറേച്ചറും സലൈനിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഈ ആഗോളതാപനത്തിൻ്റെ പ്രോബ്ലം വരുന്നത്. എന്താണ്, ഓഷ്യൻ്റെ സമുദ്ര ഉപരിതലത്തിലുള്ള ഓഷ്യൻ സർഫസിലെ ടെമ്പറേച്ചർ മാറുവാണ്. ടെമ്പറേച്ചറും വിൻഡ് പാറ്റേണും മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഷ്യന് മുകളിലുള്ള ഓക്സിജൻ ലെവൽ മാറുകയാണ്. ഈ ഓക്സിജൻ ലെവൽ മാറുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആഗോളതാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന്? ഓക്സിജൻ കുറയുന്നതാണ്. ഓക്സിജൻ കുറയുമ്പോൾ മത്സ്യസമ്പത്ത് കുറയും. എല്ലാ ജീവികളെയും ബാധിക്കും, മത്സ്യസമ്പത്തിനെ കൂടുതൽ ബാധിക്കും. അതിൻ്റെ കൂടെ ഓൾറെഡി നാച്ചുറലായോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ മെയ്ഡായിട്ടോ ഉള്ള പ്രോബ്ലംസ് ഓഷ്യനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പുറമെയാണ് നമ്മൾ ചെന്നിട്ട് താഴെ അടിത്തട്ട് മുതൽ മാന്തി എടുക്കുകയാണ്. അതിൻ്റെ പുറമെ ഫിഷിങ്ങിന് നമ്മൾ ഹൈ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഓവർ ഫിഷിങ് മറ്റൊരു ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഈ ഭൂമിക്കുള്ള അദാബ് ചെറുതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയതാണ് കോവിഡ് കാലഘട്ടത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ, കോവിഡ് കാലത്ത് നമ്മൾ എന്ത് ചെയ്തു? വീട്ടിലിരുന്നു. നിങ്ങളൊന്നും സ്കൂളിൽ പോയില്ല, ഞാനും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോയില്ല, ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഭൂമി അതുപോലെ നിന്നു. പക്ഷെ എന്താ ഒരു വലിയ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതെന്നറിയോ? അതുവരെ കാണാത്ത ജീവികളൊക്കെ ഇങ്ങനെ ഭൂമിയിൽ കരയിലൊക്കെ അടുത്ത് വരാൻ തുടങ്ങി. അല്ലേ? സത്യമല്ലേ? കുറച്ച് കാലം, ഒരു മാസം മനുഷ്യൻ വീട്ടിലിരുന്നപ്പോൾ അതിനും ബാക്കി ജീവികൾ എത്ര സന്തോഷിച്ചെന്നറിയോ? അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുകയെന്ന് അറിയില്ല, നമ്മൾ എന്തൊക്കെ പേരിൽ എന്നെ വിളിക്കണമെന്നറിയില്ല, ഭൂമിയെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് മൊത്തം താളം തെറ്റുകയാണ്. താളം തെറ്റും. ഏതൊരു നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ചേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഐസായി, പിന്നെ ഇങ്ങനെയായി, ഇനി ചിലപ്പോൾ വീണ്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കോ ഐസിലേക്കോ ഒക്കെ പോയേക്കാം, മൊത്തം വെള്ളത്തിലേക്കൊക്കെ പോയേക്കാം. പക്ഷെ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ഓൺലി 100 years എവേ മാത്രമാക്കി മാറ്റുന്നതാണ് പ്രശ്നം. അപ്പം കടലിൻ്റെ ആവാസ വ്യവസ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഭൂമിയിൽ കണ്ടതും കാണാത്തതും എല്ലാം കടലിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ കാരണം ഇതെല്ലാം മാറും. അതാണ് ഒരു പ്രധാന കാരണം. പിന്നെ അടുത്തത് കടലിലെ മാലിന്യങ്ങളെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് സെഷൻസ് ഉണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ച്, കവിതകളെ ഒക്കെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, കവിയരങ്ങെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരു വർഷം മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ 10% വേസ്റ്റായിട്ട് മാറുകയാണ്. 10% ഏകദേശം 450 മില്യൺ മെട്രിക് ടൺ
വലിയ എമൗണ്ട് പറയുമ്പോൾ സിമ്പിളാണെങ്കിലും ഇത് ആലോചിക്കണം. 450 മില്യൺ മെട്രിക് ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട്. അതിൽ 20 മില്യൺ മെട്രിക് ടൺ പ്ലാസ്റ്റിക് കടലിലെത്തുന്നുണ്ട്. ഭൂമിയിൽ പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കടലിൽ ഈ പ്ലാസ്റ്റിക് എത്തിയ പ്രശ്നം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഇപ്പോൾ കുറേ സ്റ്റഡികൾ, മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്നുണ്ടായിരിക്കും. പിന്നെ എപ്പോഴും പത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഊതിപ്പെരുപ്പിച്ച് ഇതാ പ്ലാസ്റ്റിക് നിങ്ങളുടെ വയറിലേക്ക് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ റിസർച്ച് പബ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ പത്രത്തിൽ വമ്പൻ വാർത്തയായിട്ട് വന്ന് ഊതിപ്പെരുപ്പിക്കുന്നതുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിതോപയോഗം കാരണം അത് മൈക്രോ ലെവലിലുള്ള ലീച്ചിങ് സംഭവിച്ചു മൈക്രോ പ്ലാസ്റ്റിക്സായി നമ്മളുടെ ശരീരത്തിലേക്കും നമ്മുടെ ബ്ലഡിലെല്ലാം ഇപ്പം അതിൻ്റെ അംശങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷേ ഇതേ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കടലിലെ എല്ലാ ജീവികളും ഉണ്ട്. ഞാൻ നേരിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെല്ലാം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം അതിൻ്റെ ഗട്ട്സിൽ ചെറിയ പിങ്ക് കളറിലും ട്രാൻസ്പെറൻറ്റ് കളറിലും എല്ലാം പ്ലാസ്റ്റിക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്കി നിങ്ങൾക്കറിയാം. ഓൾറെഡി പക്ഷികളും അതുപോലെ തന്നെ ആമകളും വലിയ തിമിംഗലങ്ങളും എല്ലാം വലിയ പ്ലാസ്റ്റിക്കിൻ്റെ എൻറ്റാങ്കിൾമെൻറ്റിൽ പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കടലിൽ ഞാൻ നേരത്തെ പറഞ്ഞ എത്രത്തോളം ജൈവ വൈവിധ്യമുണ്ടോ ആ ജീവികളെ മുഴുവൻ ഉപദ്രവിക്കുകയാണ് ഈ കടലിലെത്തുന്ന പ്ലാസ്റ്റിക്. അതിലൂടെ കടലിൻ്റെ നാം നേരത്തെ പറഞ്ഞ ആവാസ വ്യവസ്ഥ മുഴുവനായി തകരുകയാണ്. അതാണ് കടലിലേക്ക് പ്ലാസ്റ്റിക് എത്തുമ്പോൾ, കടലിലേക്ക് ഈ മാലിന്യങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ ഇങ്ങനെ തകരുകയാണ്. അതോടൊപ്പം ചില കാര്യങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ ഇറക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്തു, ഒരു കപ്പൽ എത്ര വലിയ കപ്പലാവട്ടെ, ആ കപ്പലിൽ നിന്ന് കുറച്ച് കെമിക്കൽസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മത്സ്യസമ്പത്ത് കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത്തരത്തിൽ വാർത്തകൾ നമ്മൾ പടച്ചുവിടുമ്പോൾ നമ്മുടെ തീരപ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകളുടെ ജീവിതമാണ് ബാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുക, അത് വേറൊരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇനി ഇതിനൊക്കെ അപ്പുറത്തൊരു കാര്യം, നമുക്ക് ഇതിനൊക്കെ തിരിച്ചു പോകാൻ പറ്റുമോ? ജർമ്മനിയിൽ ഈ അറ്റ്ലാന്റിക്കിലേക്കുള്ള ചില പ്രദേശങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വളങ്ങളും മറ്റും അമിതമായി ഉപയോഗിക്കുന്ന കാര്യം, സോപ്പും ഡിറ്റർജൻറ്റും എല്ലാം ഉപയോഗിക്കുന്ന കാര്യം, നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വെള്ളത്തിൽ കൂടുതൽ എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിലൂടെ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ വേറെ രീതിയിൽ ബാധിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ എല്ലാറ്റിലേക്കും കടന്നു പോകുന്നില്ല. ഇതൊക്കെയാണ് മനുഷ്യൻ ആന്ത്രോപോജനിക് എഫക്റ്റ് ഓൺ എക്കോട്ടിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഒന്ന് പ്ലാസ്റ്റിക് ഡെബ്രീസ്, മറ്റത് ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം വെള്ളത്തിലെത്തുന്നതാണ്. പക്ഷേ യൂറോപ്പിൽ അറ്റ്ലാന്റിക്കിൻ്റെ മെഡിറ്ററേനിയൻ്റെ ഒരു വലിയ പ്രദേശത്ത് അവർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. 1970-കളിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അവരുടെ ഗവൺമെൻറ്റിന് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ ഒരു പ്രപ്പോസൽ വെച്ചു. അതിനത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി. അവിടെ അത് അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന പോലെ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് പോളിസി മേക്കേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പല കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ അതല്ല. നമുക്ക് പലപ്പോഴും അതും ഇവിടെ സംഭവിക്കുന്നില്ല. ആഴക്കടൽ ഖനനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊരവസ്ഥ. അത് ആര് ഭരിക്കുമ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മളതിന് ആര് ഭരിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കരിമണൽ ഖനനം മുൻപുണ്ടായിട്ടുണ്ട്. കരിമണൽ കടലിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നൊരു സാധനം എടുത്ത് കൊണ്ടുപോകാം. ആഫ്രിക്കയിൽ സ്വർണം തോന്നുന്നവനെല്ലാം പോയി ഖനനം ചെയ്യുന്ന പോലെ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക്. ഒരിക്കലുമല്ല. അപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലൊരു വലിയ കുന്ന് ഒരു മുതലാളി വന്ന് എടുത്തിട്ട് അത് മൊത്തം തകർത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രക്ഷോഭം ഉണ്ടാക്കും, ഇല്ലേ? അതുപോലെ പ്രക്ഷോഭം ഉണ്ടാക്കണം നമ്മൾ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് കടലിലെ ഖനനം. അതുപോലെ തന്നെയാണ് കടലിൽ വേറെ കാര്യമുണ്ട്. കടലിലാണെങ്കിലും കരയിലാണെങ്കിലൊക്കെ ഐസോസ്റ്റാസി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഐസോസ്റ്റാസി എന്ന് പറയുന്നത് ഭൂമി ഒരു പ്രത്യേക നിലനിൽപ്പാണ്. ഏറ്റവും നിങ്ങൾക്കറിയാമല്ലോ, കോറും എസ്തനോസ്ഫിയറും മാഗ്മയും ഒക്കെ നിങ്ങൾക്കറിയാം. ഭൂമിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുറത്ത് ലിത്തോസ്ഫിയർ,
ഉള്ളിലെ അങ്ങനെ അവസാനം ഒരു ദ്രാവരൂപത്തിലുള്ള എസ്തനോസ്ഫിയർ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഘടന. അപ്പോൾ ഈ എസ്തനോസ്ഫിയർ പോലെയുള്ള ഈ ലിക്വിഡിൻ്റെ മുകളിൽ ഭൂമിയുടെയും ഓഷ്യനൊക്കെ പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്, അല്ലേ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആണിയടിച്ച് നിർത്തിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കുന്നുകളാണെങ്കിലൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, പ്ലേറ്റുകളാണ്. കടലിന് വേറെ പ്ലേറ്റ്, കരയ്ക്ക് വേറെ പ്ലേറ്റ്. അത് രണ്ടും ഇങ്ങനെ ഒരു പ്രത്യേക ഇതിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ കടലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും കരയുടെ പ്ലേറ്റ് ആണെങ്കിലും നിങ്ങളൊരു വലിയ ആഴത്തിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലും, കുന്നുള്ളിടത്ത് വലിയ ആഴത്തിൽ അത് മാറ്റിയാലും എന്തു ചെയ്യും? അതിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ ഒരു, ശരിക്കും അതിനെ പറയുന്നത് ബാസ്ക്കറ്റ് ബോളും ഹാൻഡ് ബോളും പോലെയാണ്. ഹാൻഡ് ബോൾ കളിക്കുന്ന ബോളും ഒന്ന് കൂടുതൽ ഡെൻസിറ്റി ഉള്ളതാണ്, ഒന്ന് കുറച്ച് ഡെൻസിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ലെവൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഭൂമിയുടെ സെൻറ്ററിൽ ഇതെല്ലാം കൊടുക്കുന്ന ഫോഴ്സ് ഒന്നാണ്. അപ്പോൾ ആ ഫോഴ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പന്ത് പോലെ ഈ പ്ലേറ്റുകൾ, കരയുടെ പ്ലേറ്റ് ആണെങ്കിലും കടലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യും? അത് കുറച്ച് മേലോട്ട് വരും. നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? അത് കുറച്ച് താഴോട്ട് പോകും. അപ്പോൾ അത് ഭൂമിയുടെ മൊത്തത്തിലുള്ള ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലായിടത്തും ചെയ്യുമ്പോൾ ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് എന്നാണ് അതിന് പറയുക. അത് കൂടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു പ്രത്യേക ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ബാലൻസ് തെറ്റിക്കാൻ ഒരിക്കലും ചുമതലപ്പെടുത്തിയ ഒരാളല്ല. നിങ്ങളിവിടെ സിമ്പിളായി നടന്നു പോയി അങ്ങ് ജീവിച്ചു പോവുക, ഏറ്റവും ഹമ്പിളായി ജീവിച്ചു പോവുക. ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ നിങ്ങൾ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കും വേണം. ഇതൊരു വലിയ, ഞാൻ പറഞ്ഞില്ലേ, സെമസ്റ്ററുകളോളം എടുത്തു പോകുന്നൊരു വലിയ ടോപ്പിക്കാണത്. കടലിൻ്റെ ആവാസ വ്യവസ്ഥയാണെങ്കിലും ഈ പറഞ്ഞ മാലിന്യങ്ങളാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കടലിൽ അങ്ങ് തള്ളിയാൽ അത് അവിടെ അവസാനിക്കുന്നില്ല. കടലിൽ അത് ചെറിയ രീതിയിൽ ലയിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി എല്ലാ എന്താ പറയുക, ജീവശ്രേണിയുടെ മുഴുവൻ ശ്രേണിയിലേക്കും എത്തി കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ തകർക്കും. തകർന്ന പിന്നെ കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടുമോ? ഓക്സിജൻ കുറയൂലേ? അപ്പോൾ ഓക്സിജൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്കും കുറയും, അതിലുള്ള ജീവികൾക്കും കുറയും. അതിലുള്ള ജീവികൾക്ക് കുറയുമ്പോൾ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ എല്ലാം ചത്തൊടുങ്ങും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്നൊരു മനുഷ്യൻ്റെ ആവറേജ് ആയുസ് എടുത്ത് നോക്കിയാൽ 60-70 അല്ലേ വരുന്നത്? അതുമല്ല എടുക്കുന്നത്. 4-5 തലമുറകളുടെ ആയുസ് ചേർന്ന പ്രോസസ്സ് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെറിയൊരു മാറ്റം വരിക. അപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയുസ്സുള്ളൊരു ഭൂമിയെ നമ്മൾ മനുഷ്യകുലം കുറച്ച് വർഷം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. അത് നിർത്താൻ നമ്മൾ തന്നെ മെനക്കെട്ടാലേ നടക്കുള്ളൂ. വേറെ ഒരു ജീവിയും ഈ പണി ചെയ്യുന്നില്ല ഭൂമിക്ക്, അല്ലേ? അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇത് യാഥാർത്ഥ്യമാണോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മനുഷ്യൻ ആഘാതം സൃഷ്ടിക്കുന്നുണ്ടോ? നമ്മുടേതായ തെളിവുകൾ പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞ തെളിവുകൾ പറഞ്ഞു. മനുഷ്യവിഭാഗം തന്നെ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് പോളിസി ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. അപ്പം നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് എന്താണ്? അവിടെയാണ് സുസ്ഥിരതയുടെ പ്രാധാന്യം, അല്ലേ? ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കടലിനെ സംരക്ഷിക്കുമ്പോൾ ഭൂമിയെയും സംരക്ഷിക്കാൻ പറ്റും, അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി തുടങ്ങുന്ന കാലത്ത് തന്നെ നമ്മൾ മലയാളികൾ, നമ്മളുടെ വിവരമുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ONV ഒക്കെ കവിത എഴുതിയത് ഏകദേശം നമ്മളിത് ചിന്തിച്ച് തുടങ്ങുന്ന കാലത്താണ്. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കവിതയാണത്. ഈ ഭൂമിക്കൊരു ചരമഗീതം രചിച്ചുകൊണ്ട് ONV ശരിക്കും ആഗോളതാപനത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടില്ലേ? അത് കൃത്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനെ കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന്. അതുതന്നെയാണ് പുള്ളി പറഞ്ഞത്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരാ യവന തരുണൻ്റെ കഥയത്ര പഴകി, പുതിയ കഥകൾ എഴുതുന്നു വസുതയുടെ മക്കളിവർ, വസുതയുടെ വസ്ത്രമൊരിയുന്നു, അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അറിയാലോ, ഗ്രീക്ക് ഈഡിപ്പസ് ആയിരുന്നു ഏറ്റവും മോശമായി. ഈഡിപ്പസിനേക്കാളും മോശമായി ഇപ്പോൾ നമ്മളെന്നാണ് പറയുന്നത് പുള്ളി. ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്, മനുഷ്യനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളത്, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കടലിൻ്റെ ഏറ്റവും വേറൊരു കാര്യം കൂടി, ഈ
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. കുറച്ചുകൂടി ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാം. ഇപ്പം നമ്മൾ യൂറോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ബീച്ചുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒട്ടുമിക്ക ബീച്ചുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബീച്ച് 2040 എത്ര അടി വെള്ളം കയറിയിട്ടുണ്ടാവും, 2050 എത്ര അടി വെള്ളം കയറിയിട്ടുണ്ടാവും എന്നൊക്കെ അവർ ഓൾറെഡി സൂചിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭീതി ബാക്കിയുള്ള ജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ കഴിയും നമ്മളുണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് SSFകാർക്ക് അങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യാം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ ഒരു ബീച്ചിലും, കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്തും വർക്കലയിലും കോവളത്തും എവിടെ പോയാലും കോവളം ബീച്ചും വർക്കല ബീച്ചും എല്ലാം എത്ര അടി വെള്ളത്തിനടിയിലാവുമെന്ന് ആരും എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല. ഇതിന് ശേഷം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. SSFൻ്റെ പേരിൽ തന്നെ ഇത്ര ഒരു സയൻറ്റിസ്റ്റുകളുമായിട്ടൊക്കെ ചേർന്ന ഒരു മോഡലിംഗ് വർക്കൊക്കെ ഉപയോഗിച്ചിട്ട് എത്ര അടി ഉയരത്തിലാവുമെന്ന് ജനങ്ങളെ കാണിക്കണം. അല്ലാതെ 2045-ലും 50-ലും കടലുണ്ടിയിലും ചാലിയത്തും തിരൂരിലും അങ്ങാടിയിൽ വെള്ളം കയറിയിട്ട് പെടാപ്പയുടെ വിട്ട് ഓടി നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പം തന്നെ ഓടിപ്പോകാനുള്ളൊരു പോണ്ടി വരുന്നൊരു ഒരു ഓർമ്മപ്പെടുത്തലെങ്കിലും നമ്മൾക്ക് ചെയ്യണം. ജനങ്ങളതിനെക്കുറിച്ച് ഒട്ടും ബോധേടല്ല. ഇപ്പോൾ ചൂട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? AC വെക്കാം അല്ലേ? അപ്പോൾ ഇനി കടൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കയറാത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെയുള്ള ചിന്തയൊന്നും മാറിയിട്ട് കടലിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ കുറക്കുന്ന രീതിയിലേക്ക് ഇതെല്ലാം കടലുമായി ബന്ധപ്പെടാം. കടലിലെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് സൈക്ലോണുകൾ കൂടുന്നത്. സൈക്ലോണുകൾ കൂടുമ്പോഴാണ് കൂടുതൽ അൺപ്രസിഡൻറ്റഡ് എല്ലാ വെതർ ഇവൻസും ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. കടലിൽ തന്നെ ടെമ്പറേച്ചർ മാറ്റം വരുമ്പോഴാണ് ടെമ്പറേച്ചർ അവിടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മെൽറ്റിംഗ് ഓഫ് സ്നോ നടക്കുന്നത് 2 ധ്രുവങ്ങളിലും. അത് കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ വെള്ളവും കൂടുതൽ ചൂടാവും. അവിടുത്തെ വെള്ളവും ചൂടായി ഇവിടുത്തെ വെള്ളവും ചൂടാവുമ്പോൾ 2 സ്ഥലത്തുള്ള വെള്ളം തമ്മിലുള്ള വ്യത്യാസം കുറയും. ഇപ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ ഭൂമധ്യരേഖയിലുള്ള കടലിൻ്റെ താപവും ഇപ്പോൾ ധ്രുവങ്ങളിലുള്ള കടലിൻ്റെ താപവുമുണ്ട്. ഈ 2 താപവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആവറേജ് ടെമ്പറേച്ചർ 25 ആണെങ്കിൽ അവിടെ ഒരു 4 or 5 ആണെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസ് ഒരു 1 or 2 ഡിഗ്രി ചേഞ്ച് ആയാൽ പോലും കടലിലെ മുഴുവൻ എന്തും മാറും? കറണ്ട് മാറും, കറണ്ട് പാറ്റേൺ മാറും. അത് മാറുന്നതോടുകൂടി കടലും എന്ത് ചെയ്യും? പ്രക്ഷുബ്ധമാകാൻ തുടങ്ങും, പ്രശ്നങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഇത് എല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കടലിലെ ആവാസ വ്യവസ്ഥയെ നമ്മൾ മാറ്റി, ഭൂമിയിൽ കുറേ അതിൻ്റെ കൂടെ മാലിന്യങ്ങൾ കടലിൽ കൊണ്ടുപോയിട്ട് ഭൂമിയിൽ ബാക്കി കരയിലും കുറേ പ്രശ്നങ്ങളുണ്ടാക്കി മനുഷ്യനിങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കടലിനെ നന്നായി ബാധിക്കുന്നുണ്ട്. കടലിനെ ബാധിക്കുമ്പോൾ കടലിലെ ജീവികളെ ബാധിക്കും. കടലിലെ ജീവികളെ ബാധിക്കുമ്പോൾ അത് ഓക്സിജൻ പ്രൊഡക്ഷനെ ബാധിക്കും. അതിൻ്റെ എല്ലാം പുറമെ കടലിലെ ഓക്സിജൻ ലെവൽ താഴോട്ട് പോകും. അപ്പോൾ ജീവികൾക്ക് അവിടെയും ജീവിക്കാൻ പറ്റാതാവും. മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥ താളം തെറ്റും. ആവാസ വ്യവസ്ഥ താളം തെറ്റുന്നതോടുകൂടി എൻ്റെ കൂടെ തന്നെ ബാക്കി ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് മൊത്തം വെതർ ഇവൻസിനെ മാറ്റും. കറണ്ടുകൾ തെറ്റും, അതായത് സൈക്ലോണുകൾ കൂടും. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ലോകരാജ്യങ്ങൾ മുഴുവനും ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് തന്നെ വന്നു തുടങ്ങി ഇല്ലേ? പല രാജ്യങ്ങളും ഈ ഇടയായിട്ട് ഖത്തറിൽ മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് വന്നു. അതെന്തുകൊണ്ടാണ്? അവരെല്ലാം ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ട്. മറ്റേത് ഒരു മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റ് മാത്രമാണ് എല്ലായിടത്തും മാക്സിമം ഉണ്ടായിരുന്നത് കഴിഞ്ഞൊരു 10-25 വർഷം കൊണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് തന്നെ മിനിസ്ട്രി വന്നു തുടങ്ങി. വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യങ്ങൾ ഇനി തങ്ങളുടെ ബജറ്റിൻ്റെ, ഞാൻ ഈ പറയുന്നത് സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഓരോ രാജ്യങ്ങളും അതിൻ്റെ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാന പോർഷൻ ചിലവഴിക്കുന്നത് എന്തിനാണ്? പ്രതിരോധത്തിനാണ്. ഒരു കാര്യവുമില്ല. മനുഷ്യകുലം നിലനിൽക്കണമെങ്കിൽ അത് റിവേഴ്സ് ചെയ്തേ പറ്റൂ. എഡ്യൂക്കേഷനാണോ? അല്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ലെവലിലാണ്. ഒരു വലിയ പോർഷൻ ഡിഫൻസിന്, മറ്റൊരു വലിയ പോർഷൻ എഡ്യൂക്കേഷനും ഹെൽത്തും. നമ്മുടെ രാജ്യമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അത് എങ്കിൽ പോലും മൊത്തത്തിൽ ഈവൻ ലോകരാജ്യങ്ങളെടുത്താൽ തന്നെ ഹെൽത്തും എഡ്യൂക്കേഷനും ഡിഫൻസും അല്ലേ? ഇതിൻ്റെ എല്ലാം മുന്നിൽ വരേണ്ടത് എന്താണ്? എൻവിറോൺമെൻ്റ് ആയിരിക്കണം അല്ലേ? എൻവിറോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ എന്ന ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രീൻ സമ്മിറ്റ് നിങ്ങൾ പറയുന്നത് പോലെ അതിനായിരിക്കണം ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. നമ്മൾ സ്കൂളിൽ പോവാതെ 1 വർഷം വീട്ടിലിരിക്കാൻ നമ്മൾ തെളിയിച്ചു. എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പ്രശ്നമില്ല എന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഹെൽത്തൊക്കെ അത്യാവശ്യം വീട്ടിലിരുന്ന് തന്നെ സെറ്റിൽ ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ഭൂമി ഒരു ദിവസം വന്ന് കലി പൂണ്ടാൽ ഒരു രക്ഷയുമില്ല. നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് കണ്ടതാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്പർ 1 ഇമ്പോർട്ടൻസ് ഭൂമിക്കായിരിക്കണം, നമ്മുടെ എൻവിറോൺമെൻറ്റിനായിരിക്കണം. എന്നിട്ട് ഒരു
ആ ഒരു ഗ്രീൻ പൊളിറ്റിക്സ് മനസ്സിൽ, സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ശരീരത്തിൽ, സ്വന്തം നാട്ടിൽ, അതിൻ്റെ ആ ഒരു പൊളിറ്റിക്സിലേക്ക് നമ്മൾ വന്ന് അതിലൂടെ ഈ ഭൂമിയെ സംരക്ഷിച്ചാൽ മാത്രമാണ് ഒരു ലോങ് ടേം ഹ്യൂമാനിറ്റിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മളെ മരണകാലം വരെ ഒന്നും എന്തായാലും ഭൂമി അടിച്ചു പോവില്ല, അത് ഉറപ്പാണ്. അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് വേണം, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നൊരു പോക്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഈ പോകുന്ന പോക്കിൽ പോലും ഭൂമിക്കൊരു 100-150 വർഷം ആയുസ്സുണ്ടായിരിക്കും, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ. ഭൂമിയുടെ ആയുസ് ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് മനുഷ്യകുലം ഇവിടെ ജീവിക്കണമെങ്കിൽ നാം പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോക്കിനും ഈ ഗതിക്കും ഒരു മാറ്റം ആവശ്യമാണ്. അതിന് നാന്ദി കുറിക്കട്ടെ ഈ ഒരു സംഗമമെന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.